മൈനാഗപ്പള്ളി ചിത്രവിലാസം ഗവൺമെന്റ് എൽ.പി. സ്കൂളിൽ നിർമ്മിച്ച പ്ലാനറ്റോറിയത്തിന്റെ സമർപ്പണം നടത്തി. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. മൈനാഗപ്പള്ളി ചിത്തിരവിലാസം ഗവൺമെന്റ് എൽ.പി. സ്കൂളിലാണ് പ്ലാനറ്റേറിയം തുറന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച പ്ലാനറ്റോറിയം പ്രപഞ്ച വിസ്മയങ്ങൾ കൺമുന്നിൽ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്. 50 വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം ഇരിക്കാൻ കഴിയുന്ന ശീതീകരിച്ച മുറിയാണ് ഇതിനായി നിർമ്മിച്ചത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 30 ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ച് 700 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലാണ് പ്ലാനറ്റേറിയം സജ്ജീകരിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ പ്ലാനറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 2100 ആകുമ്പോൾ ആ ജനസംഖ്യ 1500 കോടിയാകും. 2150 ആകുമ്പോൾ അത് 2500 കോടിയാകും. മനുഷ്യർക്ക് ഭൂമിയിൽ തട്ടി ജീവിക്കാൻ വയ്യാത്തത്ര ജനസംഖ്യ വർദ്ധിക്കും. അപ്പൊ നമുക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുക? മറ്റു ഗോളങ്ങളിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ മറ്റു ഗോളങ്ങളിലേക്ക് പോകേണ്ടി വരുമ്പോൾ ആകാശ നിരീക്ഷണം വീണ്ടും പ്രസക്തമായിട്ട് വരും. നേരത്തെ നമ്മുടെ ധാരണ ലോകത്തിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞത് ഭൂമിയാണെന്നാണ്, പരന്നു കിടക്കുന്ന ഭൂമിയാണെന്നാണ്. അത് പിന്നീട് മാറി ഉരുണ്ട ഭൂമിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. പിന്നെ നമ്മുടെ ധാരണ ലോകത്തിന്റെ കേന്ദ്രം സൂര്യൻ ആണെന്നാണ്. പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഗാലക്സിയിൽപ്പെട്ട 13,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്ന് മാത്രമാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം 15 കോടി കിലോമീറ്ററാണ്. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് ജ്യോതിശാസ്ത്ര ക്വിസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. 30 അടിയിലധികം ഉയരമുള്ള PSLV റോക്കറ്റിന്റെ മാതൃകയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.